ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കാണിക്കുന്നത്. നമ്മൾ പൂജാമുറിയിൽ കത്തിച്ച തിരിയില്ലേ, ആ തിരി ഞാൻ കളയാറില്ല കേട്ടോ. അതിങ്ങനെ ഒരു ചട്ടിക്കകത്ത് സൂക്ഷിച്ചു വെക്കും. അതിനകത്തോട്ട് ഞാൻ കർപ്പൂരം ഇട്ടു, പിന്നെ 2-3 ഗ്രാമ്പൂ, പിന്നെ ഒരു ബേ ലീഫ്, വഴനയിലയില്ല, ഉണങ്ങിയ വഴനയില, നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന ആ വഴനയില, അത് 3ഉം ഇട്ടു ഈ തിരിയുടെ കൂടെ തന്നെ കേട്ടോ. എന്നിട്ട് അത് ഈ വിളക്ക് കത്തിക്കുന്ന അവിടെ നിന്ന് തന്നെ അതിൽ നിന്ന് ഒരു തിരിയെടുത്ത് ഒന്ന് കത്തിച്ചിട്ട് അത് എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ പുകയ്ക്കും. ഇടയ്ക്കല്ലാതെ ഞാൻ നോർമലായിട്ട് പുകയ്ക്കാറുണ്ട്. ഇത് ഈ തിരിയെടുത്ത് ഇങ്ങനെ ഒന്ന് പുകയ്ക്കും. അത് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഒന്ന് പുകയ്ക്കുന്ന ഈ കർപ്പൂരം, ഗ്രാമ്പൂ, ബേ ലീഫ്, അതാണ് 3ഉം വേണ്ടിയത്. ഈ തിരി ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ഈ തിരി കളയാതെ ഈ ചട്ടിക്കകത്തിട്ട് വെക്കുന്നത് കാരണം അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീടിനകത്ത് സ്റ്റക്ക് എനർജി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കളയാനും, പിന്നെ ഒരു ഫ്രീ ഫ്ലോയിങ് ഒരു എനർജി മൂവ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതിൽ ഒരു പ്രോ ഒന്നും അല്ല. ഈ എനർജി അങ്ങനെ അതിൽ എൻ്റെ എക്സ്പീരിയൻസിലും എനിക്ക് എഫക്റ്റീവ് ആവുന്ന ഒരു പ്രോസസ്സാണ്. ഞാനിത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നു. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാനിതിൽ അങ്ങനെ ഒരു ഇതൊന്നും അല്ല, എക്സ്പേർട്ടൊന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തെ പറ്റിയല്ലേ നമുക്ക് അത്രയും ഒതൻറ്റിക്കായിട്ട് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ലൈഫ് കോച്ചും ഒരു യൂട്യൂബർ എന്നുള്ള നിലയിലല്ലാതെ ഇതിലൊന്നും ഞാൻ അങ്ങനെ ഒരു എക്സ്പേർട്ടല്ല. ഇത് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി, എനിക്കത് നല്ലതായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് ഞാനിങ്ങനെ എല്ലാ കോർണേഴ്സിലും, മൂലയ്ക്കും, ഡോറിൻ്റെ ബാക്കിലും, കാരണം കുറേ പേര് വീടിനകത്തൊക്കെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചേക്കും. പിന്നെ ആവശ്യമില്ലാത്ത നമുക്ക് കളയാൻ മടിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കും. അപ്പം ഡ്രസ്സുകളാണെങ്കിലും ഒക്കെ, പഴയ ചെരുപ്പുകൾ, പഴയ ഡ്രസ്സുകൾ ഒക്കെ, നമ്മളത് ഒരു 2 വർഷത്തിനകം ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് റെഡിയാണ്. നമ്മൾ തന്നെ നമ്മുടെ വാർഡ്രോബ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. നമ്മൾ ആ ഡ്രസ്സ് നമ്മളൊരു 2 ഇയേഴ്സിന് യൂസ് ചെയ്യുന്നുണ്ടോ? ഞാനൊക്കെ ആയിരുന്നെങ്കിൽ, ഞാൻ പണ്ടാണെങ്കിലൊക്കെ ഇത് വെയിറ്റ് കുറഞ്ഞിട്ടിടാം, അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ വെച്ചേക്കും. പക്ഷെ നമ്മളൊരു 2 വർഷത്തിന് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുക, എന്നിട്ട് അങ്ങനെ ഡിസ്പോസ് ചെയ്യുക. പിന്നെ ചെരുപ്പാണെങ്കിലും യൂസ് ചെയ്യുന്നെങ്കിൽ കളയുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സ്റ്റക്ക് എനർജി കുറേ പോകും. പിന്നെ ഇതും നല്ലതാണ്. അടുത്തൊരു കുക്കിംഗ് ലഞ്ചാണ് കേട്ടോ. ഇതിന് ഒരു 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഏകദേശം 1-1.5 ടേബിൾ സ്പൂൺ സിറാറാച്ച സോസാണ് ചേർത്തത് കേട്ടോ. ഞാൻ ആക്ച്വലി സോയാ സോസ് ചേർക്കാനായിരുന്നത്. സോയാ സോസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം സിറാറാച്ച സോസ് ചേർത്തു. ആ സിറാറാച്ച സോസും പക്ഷേ ആക്ച്വലി നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് സിറാറാച്ച സോസ് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ സോയാ സോസ് ചേർത്താലും മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സോയാ സോസ് ചേർത്ത് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ എപ്പോഴെങ്കിലും സിറാറാച്ച സോസ് മേടിക്കുമ്പോൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ, നല്ലതാണ്. ഞാൻ ആ പേര് ഒന്നുകൂടി ഇവിടെ എഴുതിയേക്കാം, സിറാറാച്ച, നല്ലതാണ് കേട്ടോ, ടേസ്റ്റിയാണ്. ഇങ്ങനത്തെ സാലഡ് ഡ്രസ്സിങ്സിനൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് ബാക്കി വെച്ചു. പിന്നെ കുറച്ച് ബ്രൊക്കോളി ഒന്ന് ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് മുറിച്ചിട്ട് ഉപ്പിട്ട് ഒന്ന് നല്ല തിളച്ച വെള്ളത്തിൽ ഒഴിച്ചൊരു 10 മിനിറ്റ്സോളം ഞാൻ അങ്ങനെ വെച്ചു. ഞാനൊരു റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒരു ബ്രൊക്കോളി ചിക്കൻ റൈസ്. ഭയങ്കര എളുപ്പത്തിൽ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് അല്ലാത്തവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ലഞ്ചാണിത്. പിന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു. ഞാൻ സവോളയ്ക്ക് പകരം പക്ഷേ ഇത് ചെറിയ ഉള്ളിയാണ് ചേർത്തത്. ഒരു 1/2 സവോള ചേർക്കുക, അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം, അല്ലെങ്കിൽ 3-4 ചെറിയ ഉള്ളി. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, ഏതായാലും മതി. സവോള ആണെങ്കിൽ 1/2 സവോള മതി കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ 3-4 ചെറിയ ഉള്ളി ചേർത്തു. പിന്നെ ഒരു പാനിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ഞാൻ യൂസ് ചെയ്യാറില്ല കുക്കിങ്ങിന്. അപ്പോൾ റൈസ് ബ്രാൻ ഓയിലോ കോൺ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ ഇട്ട് വളരെ കുറച്ച് മതി കേട്ടോ. 1/2 അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാണ് ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചു വിട്ട് ആ ചിക്കൻ ഒന്ന് കുക്കാവുന്ന വരെ, ചെറിയ പീസായിട്ട് മുറിച്ചിരിക്കുന്ന കാരണം ചിക്കൻ ബ്രസ്റ്റാണ്, അപ്പോൾ വേഗം അത് വെന്ത് വരും. ഒരു തിരിച്ചു മറിച്ചു വിട്ട് ഒരു 10 മിനിറ്റ് ആ ചിക്കൻ ഒന്ന് കുക്കായി വരും. പിന്നെ അത് ലേശം ഒന്ന് കളറൊന്ന് മാറി ഒരു കുറച്ചൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് ആ ഒരു കുറച്ചൊരു കരിഞ്ഞ ഒരു നല്ലൊരു ടേസ്റ്റ് വരും. അങ്ങനെ അതാണ്ട് ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റും നന്നാവും. എന്നിട്ട് അത് സ്റ്റൗവിൽ നിന്ന് മാറ്റി നമുക്കൊരു പാനിലോട്ടാക്കി മാറ്റി വെക്കണം. ഇനിയും
അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കലാണ്. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ബട്ടറാണ് ഇട്ടത് കേട്ടോ. ബട്ടറും നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷെ കുക്കിങ്ങിന് ബട്ടർ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇടുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ കുറേ ഈയിടെയായിട്ട് ഇങ്ങനെ ഡയറ്റ് വീഡിയോസും ഡയറ്റ് റെസിപ്പീസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എൻ്റെ വെയിറ്റ് നന്നായിട്ട് കൂടി. ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചേക്കാം, നമ്മളൊരു കാര്യം ഉറപ്പിച്ചാൽ നമുക്ക് നടക്കും. നമ്മുടെ മൈൻഡ് അതിലോട്ട് ഫോക്കസ് ചെയ്ത് നടക്കും. കാരണം ആസ് എ ലൈഫ് കോച്ച് ഞാൻ അതാണല്ലോ ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതിലോട്ട് അത്രയും അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. എൻ്റെ വെയിറ്റ് കുറയ്ക്കണം എന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് ട്രൈ ചെയ്യാൻ പോവാം. ട്രൈ ചെയ്യല്ല, ഫോക്കസ് ചെയ്യുവാണ്. അപ്പോൾ ഒന്ന് നടക്കുമോ ഇല്ലയോ നോക്കാം. അപ്പോൾ ഇനിയും ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് അതെല്ലാം കൂടെ ഇട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ബ്രൊക്കോളി ഇട്ടു, ഒന്ന് സോട്ട് ചെയ്തു. ബ്രൊക്കോളി ഒരുപാട് കുക്ക് ചെയ്യേണ്ട, അത് ഹൈലി ഫൈബ്രസും ന്യൂട്രിയൻ്റ് ആയിട്ടൊരു വെജിറ്റബിൾ ആണ്. അപ്പോൾ അത് ഓവർ കുക്ക് ചെയ്യരുത്. അപ്പം 5 മിനിറ്റ്സ് കഴിഞ്ഞ് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം ഇട്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ ക്യാപ്സിക്കം അല്ലെങ്കിൽ ഹാഫ് ക്യാപ്സിക്കം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടു. ഇതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്ത് റൈസ് ഇട്ടായിരുന്നു, ബസ്മതി റൈസ്. ബസ്മതി റൈസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. വെറും നോർമൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത ബസ്മതി റൈസാണ്, വേറെ മസാലയൊന്നുമില്ല. പിന്നെ റൈസും ഇട്ടു, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഈ കുക്ക് ചെയ്ത് വെച്ച് ചിക്കനും കൂടെ ഇട്ടു. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി. ഇത് കാണുമ്പോൾ തന്നെ പക്ഷേ സൂപ്പർ ടേസ്റ്റായിട്ട് തോന്നുന്നില്ല, നല്ല അസൽ സംഭവമായിരുന്നു കേട്ടോ. മുരളിയേട്ടന് സൂപ്പറാണെന്ന് പറഞ്ഞു. മുരളിയേട്ടൻ ഉഗ്രനാണെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ കോൺഫിഡൻസ് ആണ്. കാരണം നല്ലതാണെങ്കിലേ മുരളിയേട്ടൻ നല്ലതാണെന്ന് പറയാറുള്ളൂ. അല്ലെങ്കിൽ മുഖത്ത് നോക്കിയാൽ ഇത് കൊള്ളില്ല എന്ന് പറയും. പക്ഷേ ഇത് സൂപ്പറായിട്ട് വന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണ് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പം പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്ത് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ഇത് ഞാൻ കുറച്ച് ഓൺലൈൻ ഓർഡർ ചെയ്ത് 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എഗ് സ്റ്റോറേജിന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ, മുട്ടയൊക്കെ വെക്കാനായിട്ട്. കാരണം ഇവിടെ മുട്ടയുടെ ഉപയോഗം വളരെ വളരെ കൂടുതലാണ്. കഴിഞ്ഞ വീഡിയോയിൽ മുരളിയേട്ടനെ ഞാൻ മറ്റേ കാശിയിൽ നിന്ന് വരുന്ന എയർപോർട്ട് ഷോർട്സ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു, മുരളിയേട്ടൻ എന്ത് പറ്റി എന്താ അങ്ങനെ ചോദിച്ചെങ്കിൽ അറിഞ്ഞൂടാ. മുരളിയേട്ടൻ ഒന്ന് എന്ത് പറ്റി, മുരളിയേട്ടൻ്റെ ഡയറ്റ് ചെയ്ത് ജിമ്മിൽ പോയി. മുരളിയേട്ടൻ്റെ പേഴ്സണൽ ട്രെയിനറും ഉണ്ടായിരുന്നു. അങ്ങനെ മുരളിയേട്ടൻ ഒന്ന് ട്രിം ഡൗൺ ആയി. അതാണ് കുറേ പേര് എന്ത് പറ്റിയും ചോദിച്ചത്. മുരളിയേട്ടൻ തന്നെ ഭയങ്കര സന്തോഷത്തിൽ നടക്കുകയാണ്. ഇപ്പം ഭയങ്കര മസിലൊക്കെ ആയി അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. അത്രേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ അപ്പോൾ മുരളിയേട്ടന് ഈ ഡയറ്റൊക്കെ നോക്കുന്ന കാരണം ഇവിടെ മുട്ടയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. അത് കാരണം പറയാൻ വന്നത്, അതിനിടയ്ക്ക് മറ്റേതിലോട്ടങ്ങ് പോയതാണ്. അപ്പം മുട്ട ഒരുപാട് മേടിക്കും. 30 മുട്ടയുടെ ട്രേ ഒക്കെയാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന്. ഫ്രിഡ്ജിൽ കുറച്ച് വെക്കും, ബാക്കി ഇതിലാക്കി വെക്കും. അതിനാണ് ഞാൻ ഈ സംഭവം മേടിച്ച് നേരത്തെ കാണിച്ചത്. പിന്നെ മുട്ടയല്ലാതെ നമുക്ക് വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും അതിനകത്ത് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ സ്റ്റോറേജിന് എനിക്ക് നന്നായിട്ട് തോന്നി. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റാൻഡും കൂടെ മേടിച്ചു. ഇത് ഫിറ്റ് ചെയ്യൽ പ്രോസസ്സായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത്. കുറേ സമയം എടുത്ത് ഫിറ്റ് ചെയ്യാൻ, ഞാൻ നല്ലതായിട്ട് കഷ്ടപ്പെട്ടു. അതിൻ്റെ ഓട്ടയൊക്കെ തപ്പി പിടിച്ചത് എനിക്കത് ഏത് ഡയറക്ഷനാണെന്നേ മനസ്സിലായില്ല. സ്ക്രൂവും അത് ഇതെല്ലാം കൂടെ. പിന്നെ ഞാൻ അതിൻ്റെ പടം എല്ലാം കൂടെ നോക്കി എങ്ങനെയാണ്, കാരണം ഇത് കോൺ ആകൃതിയിലൊക്കെ ഇരുന്ന കാരണം എനിക്കത് എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്നേ ആദ്യം മനസ്സിലായില്ല. പിന്നെ കുറച്ചധികം സമയമെടുത്താണ് ഞാനത് ഫിറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ അവിടെ ഇരുന്നൊരു വെള്ള സ്റ്റാൻഡായിരുന്നു. ഞാൻ പണ്ടെന്നൊരു 4 വർഷം മുമ്പേ ഓർഡർ ചെയ്തൊരു സ്റ്റാൻഡാണ്. അത് വെള്ള സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പം കുറേ പഴകി, ഈ എണ്ണയൊക്കെ വെക്കുന്ന കാരണം ഒരുപാട് വൃത്തികേടായി. അങ്ങനെ ഈ സ്റ്റാൻഡ് വെച്ചപ്പോഴത്തേക്ക് ആ കിച്ചണിന് തന്നെ ഒരു എസ്തെറ്റിക് ലുക്ക് വന്നു. വുഡൻ സ്റ്റാൻഡ് ആകുമ്പം നല്ലൊരു ലുക്ക് വരുമല്ലോ. ഇനി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. അപ്പം ഇത് കിട്ടുകയാണെങ്കിൽ, ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഞാനിപ്പം ഇവിടെ ടാഗ് ചെയ്തേക്കാം, ചെക്ക് ചെയ്യുക ഇത് രണ്ടിൻ്റെയും. പിന്നെ ഇനിയും അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. അപ്പം കുറച്ച് സ്ട്രോബെറി ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ആൽമണ്ട് ഒരു 6-7 ആൽമണ്ട്സ് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ 2 ഈ ഗ്ലാസ് ജാറിലായിട്ട് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഇട്ടു. പിന്നെ ഓട്സ് ഇടുകയാണ്. ഓട്സ് എനിക്ക് 1.5 ടേബിൾ സ്പൂണും മുരളിയേട്ടന് 3 ടേബിൾ സ്പൂണും ഇട്ടു. കാരണം ഞാൻ കുറച്ച് കഴിക്കുന്നുള്ളൂ. കാരണം മുരളിയേട്ടന് ഇനിയും വെയിറ്റ് കുറയണ്ടല്ലോ, എനിക്കാണല്ലോ കുറയേണ്ടത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഓട്സ് ഇടുന്നുള്ളൂ. പിന്നെ സ്ട്രോബെറി ഇട്ടു. സ്ട്രോബെറി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ഈ ഓവർനൈറ്റ് ഓട്സിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു സംഭവമാണ് സ്ട്രോബെറി. പിന്നെ ഇച്ചിരി ഹണി ഒഴിച്ചു. ഹണി ഉപയോഗിക്കുമ്പോൾ നല്ല ഹണി ആയിരിക്കണം, പഞ്ചസാര ഹണി ആവാൻ നല്ല ഹണി ആയിരിക്കണം. അങ്ങനെ ഹണി ഇട്ടു. പിന്നെ ഇതെന്ന് പറയുന്നത് കൊക്കോ പൗഡർ. ഈ സ്ട്രോബെറി വിത്ത് കൊക്കോ പൗഡർ അതൊരു നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് എനിക്ക് ഈ ടേസ്റ്റി അല്ലെങ്കിൽ എനിക്ക് കഴിക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്ക് വിഷമം വരും. അതുകൊണ്ട് ഞാൻ
ഇച്ചിരി ഒരു 1/4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടു. പിന്നെ പംകിൻ സീഡ് ഇട്ടു. പിന്നെ ഇത് ഒഴിക്കുന്നത് ആൽമണ്ട് മിൽക്കാണ്. ഒരു 100 ml. ഈ ഗ്ലാസ്സിൽ തന്നെ ഇതൊരു മെഷർമെൻറ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ 100 ml ആൽമണ്ട് മിൽക്ക്. നോർമൽ മിൽക്കിനേക്കാളും ആൽമണ്ട് മിൽക്ക്. എനിക്ക് ഈ ബ്രാൻഡിൻ്റെ ആൽമണ്ട് മിൽക്കാണ് ഇഷ്ടം കേട്ടോ. ഞാൻ പല ബ്രാൻഡ് ഗുഡ് എർത്ത് അങ്ങനെ പല ബ്രാൻഡ്സ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വന്ന് ഈ ബ്രാൻഡിലാണ് ഞാനിപ്പം സ്റ്റിക്ക് ഓൺ ചെയ്തേക്കുന്നത്, ഈ സോഫിറ്റ് എന്ന് പറഞ്ഞ സംഭവം. പക്ഷേ ഇത് എപ്പോഴും കിട്ടാറില്ല. അങ്ങനെ ഞാൻ ഈ ഗ്ലാസ് ഇതിൻ്റെ പുറത്ത് ഞാൻ അടപ്പിൻ്റെ പുറത്ത് പേര് എഴുതി വെച്ചിട്ടും, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഏതാന്ന് ഞാൻ ക്വാണ്ടിറ്റി ഓട്സിൻ്റെ ഒക്കെ വേറെ അല്ലേ ഇട്ടേക്കുന്നത്, അപ്പം മനസ്സിലാവാത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പേര് എഴുതി വെച്ചു മാർക്കർ വെച്ചിട്ട്. ഈ ഗ്ലാസ് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഓട്സ് ഇതിന് വേണ്ടിയിട്ടുള്ള ജാറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഞാൻ ലിങ്ക് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാവേ. നല്ലൊരു സംഭവമാണ്, രസമല്ലേ കാണാനായിട്ട്. വിത്ത് സ്പൂണാണ് വരുന്നത്. അപ്പോൾ സ്പൂണൊക്കെ കുത്തി വെച്ചിരുന്നാൽ രാവിലെ എഴുന്നേറ്റ് നല്ല സുഖമാണ്. ഇത് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം മുമ്പേ എഴുന്നേൽക്കുന്ന ഉടനെ ഇത് രാവിലെ പുറത്തങ്ങ് വെക്കും. ഞാനോ മുരളിയേട്ടനോ ആരെങ്കിലും അതെടുത്തങ്ങ് വെളിയിൽ വെക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സംഭവം സോർട്ടഡില്ല കഴിഞ്ഞു. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാൻ, കാരണം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുമല്ലോ. അപ്പം വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.